സംസ്കാരത്തിനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. രണ്ടാം ഘട്ടത്തിൽ ഇന്നത്തെ ദിവസം രണ്ടാം ഘട്ടത്തിൽ എത്തിയ മൃതദേഹങ്ങൾ അത് സർവ്വമത പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം സംസ്കരിക്കുകയാണ്. ഓരോ മൃതദേഹങ്ങളും കുഴിമാടത്തിലേക്ക് എത്തിക്കുകയാണ്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. വീണ്ടും ഓരോ മൃതദേഹങ്ങൾ ഭൗതിക ശരീരങ്ങൾ പിന്നാലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ പിന്നാലെ ഓരോ ആംബുലൻസുകളിലായിട്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ഭാഗങ്ങളിൽ നിന്നായിട്ടും. അങ്ങനെ 189 പേരുടെ ഭൗതിക ശരീരങ്ങൾ ഇന്ന് തന്നെ സംസ്കരിക്കും. ഇന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കുന്നതായിരിക്കും. 5:30 തന്നെ എല്ലാ നടപടികളും പൂർത്തീകരിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പറഞ്ഞതുപോലെ എല്ലാ സമയം നീളുകയാണ്. ഇതിനോടകം തന്നെ നടപടികൾ നീണ്ടുപോകുന്ന ഒരു കാഴ്ചയും കൂടി അവിടെ നിന്നുണ്ട്. എന്നാലും ഇന്ന് തന്നെ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് ഇപ്പോൾ മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ടാം ഘട്ടത്തിൽ ഇന്നത്തെ ദിവസം രണ്ടാം ഘട്ടത്തിൽ ഓരോ മൃതദേഹങ്ങളും സംസ്കരിക്കുകയാണ്. ശ്രീ ബദറുദ്ദീൻ എ, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഒരു പേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ പുത്തുമലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചും ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. വലിയൊരു ദുരന്തം അവിടെയുള്ള മനുഷ്യർ നേരിട്ടതാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് 5-ാം വർഷമാകുമ്പോഴത്തേക്കും മറ്റൊരു വേദനിപ്പിക്കുന്ന കാഴ്ചകൾക്ക് കൂടി അവർ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം വേദന നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. തകർന്നു പോകുന്നൊരു സാഹചര്യമാണ്. വൈത്തിരി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതായ ബോഡി ഇവിടേക്ക് കടന്നു വരികയാണ്. PPE കിറ്റ് ധരിച്ചതായ ശാസ്ത്രജ്ഞർ ബോഡി ഇങ്ങോട്ട് എടുത്തു വയ്ക്കാനുള്ള സൗകര്യം ക്രമീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശരീര ഭാഗങ്ങൾ, നമ്മുടെ ഉറ്റവരുടെ, ഉടയവരുടെ, വേണ്ടപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ അത് ഒരു മൃതദേഹമായി പരിഗണിച്ചുകൊണ്ടാണ് ആദരപൂർവ്വം നമ്മൾ അടക്കം ചെയ്യുന്നത്. പ്രിയപ്പെട്ട PPE കിറ്റ് ധരിച്ചതായ സഹപ്രവർത്തകർ ആ മൃതശരീരം ഇങ്ങോട്ട് എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. അന്ത്യയാത്രയ്ക്കായി ഓരോ മൃതദേഹങ്ങൾ ആംബുലൻസുകളിലായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ അങ്ങനെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പുത്തുമലയിൽ നിന്നും എത്തുന്നത്. രണ്ടാം ഘട്ടത്തിൽ സംസ്കാര ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകൾ കൂടിയാണ് കാണുന്നത്. അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പുത്തുമലയിൽ നിന്നും പേരും മേൽവിലാസവും ഒന്നുമില്ലാതെ തന്നെ വെറും അക്കങ്ങൾ മാത്രമായിട്ട് ആ തിരിച്ചറിയുക എന്നുള്ളത് ഒരുപക്ഷെ DNA പരിശോധനാ ഫലം വന്നതിനു ശേഷമായിരിക്കും ആരൊക്കെയാണെന്നതുൾപ്പെടെയുള്ള കാര്യത്തിലെങ്കിലും ഏറെക്കുറെ വ്യക്തത വരണം. കാരണം കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പോൾ അവിടെ പല ക്യാമ്പുകളിലായിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കഴിയുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അവരെ തിരിച്ചറിയാൻ പോലും സാധിക്കുക. തിരിച്ചറിയണം എന്ന് കൂടിയാണ്. കാരണം കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പെങ്കിലും അവസാനിക്കണം. കൂടുതൽ മുന്നിലേക്ക് അവർക്ക് ധൈര്യത്തോടു കൂടി പോകാനുള്ളതാണ്. പുത്തുമല തന്നെ നമുക്കറിയാം അതിജീവനത്തിന്റെ പാതയിലാണ്. അതേ രീതിയിൽ തന്നെ എല്ലാം മറന്നുകൊണ്ട് ധൈര്യത്തോടു കൂടി അവർ തിരിച്ചു വരണം. അതിന് നാടൊന്നാകെ ഉണ്ടാകണം എന്നുകൂടി പറയുകയാണ്.